എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജി ഗുരുക്കൾ എന്നാണ്. ആഞ്ജനേയ മർമ്മകളരി സംഘത്തിൻ്റെ ഗുരുനാഥനും അതേപോലെ തന്നെ പാരമ്പര്യ വൈദ്യവും എല്ലാം ഗൃഹവൈദ്യവും മർമ്മചികിത്സയും കളരി ഒഴിച്ചിലും ഒക്കെ ചെയ്തു വരുന്ന ഒരു ഗുരുക്കളാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം തെറ്റിദ്ധാരണ വരുത്തുന്ന കുറേ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മരുന്നിന് എഫക്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് മരുന്നാണെങ്കിലും എഫക്റ്റ് ഉള്ള മരുന്നാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ കുപ്പമേനി എന്ന ഒരു ഔഷധ സസ്യത്തെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോകളാണെല്ലാം. അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പം തെറ്റിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഔഷധങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പാരമ്പര്യ വൈദ്യനോ അല്ലെങ്കിൽ അതുമായിട്ട് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ ചികിത്സ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇതൊരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, ഒരു ഔഷധത്തെക്കുറിച്ച് ഒരുപാട് ഇലകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്താണെങ്കിലും പലതും നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകില്ല, അത് ഏത് ഇലയാണെന്ന് മനസ്സിലാകില്ല. അതുപോലൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഓക്കെ, കുപ്പവേനി റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇതിന് കുപ്പവേനി എന്ന് മാത്രമല്ല പേര്, പൂച്ചമൈക്ക് എന്നുള്ള പേരുണ്ട്. ഈ ചെടി പറിച്ച് വെറുതെ വേരോടുകൂടി അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കടക്കിലെ പൂച്ച വന്ന് കിടന്ന് വട്ടം കറങ്ങും. പൂച്ചയെ മയക്കാനുള്ള കഴിവ് ഇതിന്റെ വേരിനുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള മരുന്നാണ്. ഇത് നമുക്ക് ലുലു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുപ്പമേനിയുടെ പൊടി വേണമെന്ന് പറഞ്ഞാൽ 50 ഗ്രാം 100 ഗ്രാം കിട്ടും. 1000 റുപ്യ കൊടുത്ത് മേടിക്കാം. സമൂലം പൊടിച്ചിട്ടുള്ളത്. കുപ്പമേനിയുടെ പൊടി ലുലു മാളിൽ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആവശ്യമില്ലാത്ത ഒന്നും മേടിച്ച് നിങ്ങൾ കഴിക്കരുത്. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? ഇനി അടുത്ത ഒരു ലേഡി പറയുന്നത് കേൾക്കാം. ഫ്രണ്ട്സ്, ഞാൻ രജിത ബാലു. തട്ടുന്നതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോഴേ ഇന്ന് ഈ ഒരു ചെടിയുടെ വിശേഷവുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പറമ്പില് നിറയെ ഇപ്പൊ മഴയൊക്കെ പെയ്ത് കളകളൊക്കെ കുറച്ച് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതില് കണ്ട ഈ ഒരു ഔഷധ സസ്യം ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഔഷധ മേഖലയിലേക്ക് സസ്യം പറിച്ചു കൊണ്ടുവന്നവർക്ക് നമ്മള് വെറുതെ കൊടുക്കാം. അതിന് മാത്രം ഇവിടെ മുളച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ചെടിയുടെ പേരാണ് കുപ്പമേനി എന്ന് തമിഴിൽ പറയും. അതുപോലെ പ്രാദേശികമായിട്ടും അതിന്റെ ഔഷധ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് പേരുകൾ വേറെയുണ്ട് കേട്ടോ. അക്കാലിഫ ഇൻഡിക്ക എന്നാണ് ഈ കുപ്പമേനിയുടെ ശാസ്ത്രീയ നാമം. ശരിക്കും പറഞ്ഞാല് ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. നമ്മളെ സാധാരണ പുറത്ത് ഉണ്ടാവുന്ന കളകളോടൊപ്പം വളരുന്ന ഒരു ചെടിയാണ്. ഏകവാർഷിക സസ്യാണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുപ്പമേനി എന്നും കൂടെ അറിയും. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അത് കുപ്പമേനി, അതെന്തിനു ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പേര് കുപ്പമേനി എന്നാണ്. പൂച്ചമയക്കി എന്ന് വേറൊരു പേരുണ്ട്. അക്കാലിഫ ഇൻഡിക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. നിരവധി അസുഖങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പൊടി തമിഴ്നാട്ടിലൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നത് ശരീരത്തിനെ പുനർജീവിപ്പിക്കാൻ കഴിയുള്ള ചെടി എന്നാണ്. ഇത് ഉപയോഗിക്കുന്ന ചില അസുഖം. ഇതിപ്പോ മൂന്ന് പേരും പറഞ്ഞത് 3 ഇലകളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. 2 പേര് പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്, അത് ചികിത്സക്ക് എടുക്കുന്നതാണ്. മറ്റേ സ്ത്രീ പറഞ്ഞത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റു 2 നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോകൾ നിങ്ങൾ കഴിവതും ഇങ്ങനെ പറയുന്ന വീഡിയോയിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ പറയുന്നത് ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവമുള്ളതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യ വൈദ്യനോ ഗൃഹവൈദ്യത്തിൽ നിന്നോ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മരുന്നിനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യും. ജനങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ചികിത്സ ചെയ്താലും അതിനെ ഗുണപ്പിടിക്കില്ല. അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാഴ്ചയിൽ 3 ഏകദേശം 3 ഒരുപോലെ തന്നെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് പുറമേ ഉപയോഗിക്കുന്നതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഇത് ഉള്ളിൽ കഴിക്കാവുന്നതാണ്.
ഇതാണ് ഒറിജിനൽ കുപ്പമേനി. ഇത് കാണുമ്പോൾ നമുക്കറിയാം, കണ്ട ഒരുപാട് ഇലകളും അതുപോലെ കായ്കളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട്, തണ്ടയിൽ തന്നെ ഉണ്ട്. ഇതിനൊരു പൂവുണ്ട്. ഇതാ സ്ത്രീ പറഞ്ഞത് കണ്ട്, ഇതിനൊരു പൂവുണ്ട്, ഒരു വൈറ്റ് പൂവുണ്ട് ഇതിന്. ഇതിൻ്റെ ഇതുമേലൊക്കെ മുള്ളു രോമം പോലെ ഇതുണ്ടാവും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് ഉള്ളിൽ കഴിക്കുന്നതാണോ പുറമേ ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. ഇത് കുപ്പമേനി അല്ല. ഓക്കെ, അത് നമുക്ക് മാറ്റി ചെയ്യാം. ഇത് രണ്ടും, ഇത് പുറമേ ചികിത്സ ചെയ്യുന്ന, ഉള്ളിൽ ഉപയോഗിക്കുന്നതല്ല. ഇതിനും ഇതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഏകദേശം ഒരു സാമ്യമുള്ളതാണ്. ഇതിന് കായ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് കായ ഉണ്ടാകുന്നത്, കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ കായ ഉണ്ടാകുന്നത്. പക്ഷേ ഇലയെല്ലാം കാണുന്നത് ഒരേപോലെ തന്നെ. ഇനി വേറൊരു ചെടി കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ സ്ഥലങ്ങളിൽ കാണും. പക്ഷെ ഇതെല്ലാം കാഴ്ചയ്ക്ക് ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഒന്ന് മാത്രമേ ഉള്ളിൽ കഴിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പുറമേ ചെയ്യുന്നതാണ്, പുറമേ ഉപയോഗിക്കുന്നതാണ്, ഉള്ളിൽ കഴിക്കാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒന്നും കഴിക്കരുത്. എന്നിട്ട് പാരമ്പര്യ വൈദ്യന്മാരെ ഒരിക്കലും കുറ്റം പറയുകയും ചെയ്യരുത്. ഓക്കെ, അത് എത്ര ദിവസം ഒരു മരുന്ന് എത്ര ദിവസം കഴിക്കണമെന്നോ അതിൻ്റെ സമയം എത്രയുണ്ടെന്നോ ഇതൊക്കെ എല്ലാം കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം ഔഷധം സേവിക്കുക. ദോഷം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് പാരമ്പര്യ വൈദ്യനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ എന്ത് കിട്ടുന്നതും കഴിക്കാൻ ശ്രമിക്കാതെ തിരിച്ചറിഞ്ഞുകൊണ്ട് മരുന്നുകൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഇത് നേരിൽ തെളിയിക്കുക, ഈ ഔഷധങ്ങളെ കുറിച്ച് ഒന്ന് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.